എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഒരു റിവിഷൻ ക്ലാസ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇന്ന് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ കെ സോമപ്രസാദാണ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? നാഷണൽ ഡിറ്റർമെന്റ് കോൺട്രിബ്യൂഷനാണ് 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി. കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതി ആശ്വാസകിരണമാണ് കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതി. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഭുവനാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം. ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിച്ചത്? കോട്ടയം ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിച്ചിട്ടുള്ളത്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക എന്നതാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽവേ പാലം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം? ജപ്പാനിലെ ഐച്ചി നാഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം. ജനസിസ് ആൻഡ് എവാലുവേഷൻ ഓഫ് ഓർഗാനിക് ഇൻ സ്പേസ് എന്ന 2ാം സിംബോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരുവിലാണ് ജനസിസ് ആൻഡ് എവാലുവേഷൻ ഓഫ് ഓർഗാനിക് ഇൻ സ്പേസ് എന്ന 2ാം സിംബോസിയം അവതരിപ്പിച്ചത്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ജ്യോതി പദ്ധതിയാണ് അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ബോയിങ് സ്റ്റാർ ലൈനറിലാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിനാണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? കേരളമാണ് കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം.
2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആരാണ്? അനുരാധ താക്കൂർ. അനുരാധ താക്കൂറാണ് 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ച എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS 09. EOS 09 ആണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ച എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്? 2025. 2025 യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐദാന ബോൺമതി. ഐദാന ബോൺമതിയാണ് 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത്. 2026 ഫിഫ ലോകകപ്പ് വേദി? അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ് 2026 ഫിഫ ലോകകപ്പ് വേദി. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജി. ഐഹിക മുഖർജിയാണ് ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത്. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി? കിൻഫ്ര. കിൻഫ്രയാണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ഇന്ത്യയാണ് അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? 2023 ഏപ്രിൽ. 2023 ഏപ്രിലാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതി? സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതിയാണ് മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതി. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം? KSFE. KSFE ആണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി? ജീവനി. ജീവനിയാണ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെയാണ് COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ബ്രഹ്മോസ്. ബ്രഹ്മോസ് ആണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര്? സഹജ. സഹജയാണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? നിക്കൽ സിൽവർ. നിക്കൽ സിൽവർ ഉപയോഗിച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം? ഇറ്റലി, മിലാനോ കോർട്ടിന. ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയാണ് 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം. ദിയ ബിനു പുളിക്കക്കണ്ടമാണ്
2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മാതാവ്, പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകാൻ. മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുക എന്നതാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥ നിരീക്ഷണമാണ് 2024 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആര്? പി മാളവികയാണ് 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ആരാണ്? വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? ലിയോ 14 ഇപ്പോഴത്തെ മാർപ്പാപ്പ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി. ചങ്ങാതിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. സ്നേഹസാന്ത്വനമാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ശരണ്യ പദ്ധതിയാണ് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? കാതോർത്ത് പദ്ധതിയാണ് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. നയനാമൃതം പദ്ധതിയാണ് പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്ന പദ്ധതി. ജനനി ജന്മരക്ഷയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയാണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? നവജീവൻ പദ്ധതിയാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി. വയോ അമൃതം പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. സ്നേഹപൂർവമാണ് HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ശൈലിയാണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ.
സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക്. കെടാവിളക്കാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി പൊൻവാക്ക്. പൊൻവാക്കാണ് ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി. നിരാമയ പദ്ധതിയാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ആർദ്രം. ആർദ്രം പദ്ധതിയാണ് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? WIFS. WIFS ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതി. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ബാലമിത്ര. ബാലമിത്രയാണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. സുനീതിയാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. കുടുംബസ്ത്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീ. രംഗശ്രീ പദ്ധതിയാണ് കുടുംബസ്ത്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള. സേഫ് കേരളയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ. എൽസയാണ് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. ആരോഗ്യ കിരണമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാവുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പരിരക്ഷ. പരിരക്ഷയാണ് അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാവുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട്. സ്നേഹക്കൂടാണ് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്. ഭിന്നശേഷിക്കാരായ പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതൃജ്യോതി. മാതൃജ്യോതിയാണ് ഭിന്നശേഷിക്കാരായ പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി.